നമസ്കാരം, വടക്കിനിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ രാവിലെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ തീയൽ, പാവയ്ക്ക തീയൽ, കപ്പപ്പുഴുക്ക്. ചെമ്മീൻ തീയലിന് അരയ്ക്കാൻ, ഇത് പാവയ്ക്ക തീയലിന് അരയ്ക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് ചെമ്മീൻ തീയലിനുള്ളതാണ്. ഞാൻ മുളക് അത് മുഴുവനേ എടുത്തു. അപ്പം മുളക് പൊടി കുറവായിരുന്നു, അതുകൊണ്ട് കൊല്ലമുളക് മുഴുവനേ എടുത്താണ് തീയലിന് അരയ്ക്കാൻ എടുത്തേക്കണത്. കപ്പയ്ക്ക് അരച്ച് കപ്പയിൽ ഇട്ടിട്ട് അരച്ചൊഴിച്ച് അടുപ്പത്ത് വെച്ചു. പിന്നെ ചെമ്മീൻ തീയലിൻ്റെ അരച്ച് കഴിഞ്ഞു. ഇനി പാവയ്ക്കയും കൂടെ അരയ്ക്കണം. ഇനി പാവയ്ക്ക തീയൽ വെക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച ശേഷം കടുകിടുക. കടുക് ഒരുവിധം പൊട്ടിക്കഴിഞ്ഞ് കൊല്ലമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇടുവാണ്. കറിവേപ്പില കുറച്ചുള്ള എനിക്ക് പറിച്ചുകൊണ്ട് വരണം. ചെറിയ വേപ്പുണ്ട്, അതിൽ നിന്നാണ് എടുക്കുന്നത്. അതിനുശേഷം സവോള ഇടും. സവോളയോ ചുവന്നുള്ളിയോ അരിഞ്ഞതിടാം. ഞാനിപ്പോൾ ഇന്ന് സവോളയാണ് എടുത്തേക്കണം. അതൊന്നും ആടിയ ശേഷം പാവയ്ക്ക കഷ്ണങ്ങളിടുക. അതൊന്ന് വാടട്ടെ. അത് ഞാൻ അരപ്പ് ചേർത്തത് വീഡിയോ എടുത്തില്ലായിരുന്നു. അരപ്പ് ചേർത്ത് പാകത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുവാണ്. അതിനുശേഷം ഉപ്പിടുക, പാകത്തിന് ഉപ്പിടുക. ഇനി അതവിടെ ഇരുന്ന് തിളക്കട്ടെ. കൂടാതെ ചെമ്മീൻ കറി അടുപ്പിലിരിപ്പുണ്ടേ, ചെമ്മീൻ തീയലും അടുപ്പത്തിരിപ്പുണ്ട്. അത് ഞാൻ എടുത്തത് കാണിച്ചില്ലായിരുന്നു, അത് കുറച്ചേ വെച്ചുള്ളൂ. ഒരാൾ കൂട്ടില്ല ചെമ്മീൻ, അതുകൊണ്ട് കുറച്ച് കറിയേ വെച്ചോളൂ. ഓക്കെ.